ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല സ്ഥിരം വിസി നിയമന വിഷയത്തിൽ ഗവർണർ വീണ്ടും സുപ്രീം കോടതിയിൽ. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അതിനിടെ കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ വീണ്ടും നാടകീയ രംഗങ്ങൾ. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ രശ്മി ആറിന് നൽകി. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലായിരുന്നു നിർണായക തീരുമാനം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇന്ന് എന്തെല്ലാം തീരുമാനങ്ങളാണ് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടത്? സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിര വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് പുതിയ നടപടി ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള സുധാംശു ധൂലിയുടെ നേതൃത്വത്തിൽ ഇരു സർവകലാശാലകളിലേക്കും വി സി നിയമിക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2 ഗവർണറുടെ പ്രതിനിധികൾ, അതിനോടൊപ്പം തന്നെ 2 സർക്കാർ പ്രതിനിധികളുമാണ് നിലവിൽ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. പക്ഷേ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഈ സെർച്ച് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന പാനലിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാം എന്നുള്ളൊരു ആവശ്യം കൂടി ഒഴിവാക്കണം എന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ വി സി നിയമന പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഈ നീക്കം വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ നടപടിക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഖേദകരമായിരുന്നുവെന്നാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഫോർമുല അനുസരിച്ച് ഗവർണർ മുന്നോട്ട് പോകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്നടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ഏതെങ്കിലും തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായ അത് ഗവർണർക്ക് അനുകൂലമാകാനുള്ള ഒരു സാഹചര്യം കൂടി ഉടലെടുക്കുകയാണ്. അതേസമയം ഇന്ന് കേരള സർവകലാശാലയിലും നാടകീയമായ രംഗങ്ങളുണ്ടായി. രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പന്റെ നിയമനം സർവകലാശാല സിൻഡിക്കേറ്റ് റദ്ദാക്കി. പകരം കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള ആർ രശ്മിക്ക് പകരം ചുമതല നൽകിക്കൊണ്ട് സിൻഡിക്കേറ്റ് ഉത്തരവിറക്കുകയും ചെയ്തു. അതേസമയം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്തില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് ചർച്ച ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ശരി ഹാൻസ്.